ഞാൻ കാൽപ്പി, ഇത് നത്തിങ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിനാണ്. അൺബോക്സിങ് മാത്രമേ ചെയ്യാവൂന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ കൈ വെട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത് അൺബോക്സ് ചെയ്തിട്ട് പോകാം. പേടിച്ചിട്ടൊന്നുമല്ല, ചുമ്മാ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ വന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ഫോണായ നത്തിങ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ കാണിച്ചു തരാം. സൗണ്ടോട് പോയി ഇതെങ്ങനെ മ്യൂട്ടായി എന്ന് എനിക്ക് എത്തും പിടിയും കിട്ടില്ല. ഞാൻ നല്ലൊരു വലിയ ഭയങ്കര രസമായിട്ട് ചെയ്ത ഒരു അൺബോക്സിങ് ആയിരുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് വരണ എനിക്ക് മനസ്സിലാവണില്ല. മൈക്ക് അവിടെ ഉണ്ട്. ഈ വോയിസ് ഓവർ ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങളൊക്കെ പറയും. ഞാൻ ആ ഒരു മൂഡിൽ പറഞ്ഞു പോണ സാധനങ്ങളാ. അവസ്ഥയുടെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഐ എം വെരി സോറി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫോണിൻ്റെ സ്പെക്ക് പറയുന്ന കുറച്ച് പോർഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾ കാണും. ഫോണിൻ്റെ സ്പെക്കിനെ പറ്റി ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇതിലിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ചിപ്സെറ്റാണ്. 50 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറ വരുന്നുണ്ട്. ഒരു 8 മെഗാ പിക്സലിൻ്റെ ആരും യൂസ് ചെയ്യാത്തൊരു സാധനമുണ്ട്. അതായത് പകൽ വെളിച്ചത്തിലൊക്കെ നല്ലപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സാധനം. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറിയും 50 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പുമാണ് നമ്മൾ തരുന്നത്. 3.5x, അതിൽ 7x വരെ അത്യാവശ്യം കിട്ടുന്ന ഫോട്ടോ എടുക്കാം. അതേപോലെ 8GB 256, 12GB 256, പിന്നെ ഒരു 8GB 128. സോറി, റാമിൻ്റെയൊക്കെ വില അപ്പുറത്തെ വിലയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 128 8GB ജീവിക്കാനേ പറ്റുള്ളൂ. നമ്മൾക്ക് ജീവിക്കണം. അത്യാവശ്യം നല്ല സ്പെക്ക് തരുന്ന ഫോണാണ്. ഇതിൻ്റെ അകത്ത് ബ്ലോട്ട് വെയർ ഇല്ല, ആഡില്ല, തേങ്ങര മാങ്ങയൊന്നും ഇല്ല. അതുകൊണ്ട് അതും കൂടെ ഒന്ന് പരിഗണിക്കണം. പിന്നെ പറയാനുള്ളത് 5080 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ദിവസത്തെ ബാറ്ററി അതൊക്കെ മതി. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 16 ആണ് വരുന്നത്. പിന്നെ ഈ പറയുന്ന 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആരും 6 വർഷം യൂസ് ചെയ്താലും നിങ്ങളെയൊന്നും ഫോൺ ആരും ഹാക്ക് ചെയ്തുകൊണ്ട് ഓടൂല എന്നുള്ളൊരു സാധനം നമ്മൾ തരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ UFS 3.1 LPDDR4X റാമുമാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിമർശനം വന്നത് UFS 2.2 ആയിരുന്നു. അതുകൊണ്ട് അത് മാറ്റി 3.1 ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ എണ്ണം വന്ന് താഴെ കമൻറ്റ് പറയും, എന്തുകൊണ്ട് 4.0 തന്നില്ല, നീ കാശ് ഞാൻ നിനക്ക് തരാം, കുറേ കാശും കൊണ്ട് തരി. ഇങ്ങനെ പറയണമായിരുന്നു. എനിക്ക് പറയാം, നിങ്ങൾ SSD മേടിച്ച് തരികയാണെങ്കിൽ നമ്മൾ വെച്ച് തരാം. വലിയ പാടാണ്. ഇപ്പോൾ മറ്റേ യുദ്ധവും കൂടെ ആയതുകൊണ്ട് സമാധാനമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ് പറഞ്ഞത്. AMOLED ഡിസ്പ്ലേ അത്യാവശ്യം ബെസൽ കുറച്ചിട്ടുണ്ട്, എന്നാലും ബെസലുണ്ട്. എന്താണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള നത്തിങ്ങിൻ്റെ OS നിങ്ങൾക്ക് കാണാം. ഞാൻ നേരത്തെ ഇതിൽ ഒരു കാര്യമുണ്ട്, വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഇല്ല. അത് എന്തുകൊണ്ടില്ല, അതായത് 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇരിക്കുന്നത്. പക്ഷേ 4K വീഡിയോ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7S Gen 4 ചിപ്സെറ്റ് ഇരിക്കണമുണ്ട്, അത് സപ്പോർട്ട് ചെയ്യില്ല. 4K 60 FPS കിട്ടൂല, ചിപ്സെറ്റ് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഫ്രണ്ടിൽ വെച്ചിട്ട് മറ്റേ 4K വീഡിയോ എടുക്കാമെന്നൊക്കെ നോക്കണ്ട. പക്ഷേ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കിടിലം 3.5x തന്നിട്ടുണ്ട്, കിടിലം ഡിസ്പ്ലേ തന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല ബാറ്ററി തന്നിട്ടുണ്ട്, അത്യാവശ്യം ബ്ലോട്ട് വെയർ ആഡും മറ്റേ കൂതറ പരിപാടിയൊന്നും ഇല്ലാത്ത കിടിലം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇതിൻ്റെ വില ദുബൈയിൽ അതായത് ഈ മോഡൽ 12GB 256-ന് 1599 ദർഹവും, നമ്മളെ ബേസിന് 1299 ദർഹമാണ് 128GB. അത് കിട്ടാനൊക്കെ ഇനി നടക്കുകയൊന്നുമില്ല, അതൊന്നും വരെയൊന്നുമില്ല. ഫ്ലിപ്കാർട്ടിൽ പേടക്കുകയാണെങ്കിൽ 35,000 രൂപ 256GB.
128-ന് 31,999. അത് മറ്റേ ബാങ്ക് ഡിസ്കൗണ്ടും താങ്ങയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 26,000-ന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, മറ്റേ നിങ്ങൾ ആ പഴയ ഫോണൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അതാണ് എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും കിടില ലുക്കുള്ള ഇത്രയും നല്ല ജില്ലായിട്ടുള്ളൊരു ഫോൺ ആ പ്രൈസിനില്ല. നിങ്ങൾക്കിപ്പോൾ പറയണമെങ്കിൽ ഒന്ന് പറയാം, OnePlus Nord ഉണ്ടെന്ന്. പെർഫോമൻസ് നോക്കണമെങ്കിൽ അതെടുത്തോ, OnePlus Nord 5 എടുത്തോ. എന്തൊരു Poco F7 ഉണ്ട്, അതൊക്കെ എടുത്തോ. ക്യാമറ ഉണ്ടോ? ഇല്ല, അതിത്. പിന്നെ നമ്മൾ മറ്റേ ലട്ടും പരിപാടിയൊക്കെ പഴയ സാധനത്തിലുള്ള ഇതിലുണ്ട് കേട്ടോ. അതാണ്ട് ഇത് ക്യാമറ പ്രീസെറ്റ്സ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ തരുന്നുണ്ട്. കൂൾ റെട്രോ ഫ്യൂച്ചർ, അർബൻ, സിനി അർബൻ, പിന്നെ BMW ബാക്ക് ആൻഡ് വൈറ്റ് റെട്രോ, സോഫ്റ്റ് ഫോക്കസ്, ഇങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇൻബിൽട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് നത്തിങ് ഫോൺ 4A. ബാക്കി റിവ്യൂ ആവാൻ പറയും, ഫോൺ കൊള്ളാവോ ഇല്ല, എൻ്റെ ഫോട്ടോ സാമ്പിൾസ്, വീഡിയോ സാമ്പിൾസ് പരിപാടി. എൻ്റെ കാഴ്ചപ്പാടിൽ പൊളപ്പം ഫോണാണ്. ലൈറ്റ് കത്തിക്കാൻ നിങ്ങൾക്കൊന്നുമില്ല, വോളിയം അപ്പ് ആദ്യം പോയിട്ട് ഗ്ലിഫ് ഇൻ്റർഫേസ് ഓൺ ചെയ്യണം. അതാണ് ഈ സാധനം. നമ്മൾ നേരെ സെറ്റിങ്സിൽ പോയിട്ട് ഗ്ലിഫ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഓൺ ചെയ്യണം. അത് നമുക്ക് ഇതേപോലെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് വയ്ക്കുമ്പോൾ നല്ല ബ്രൈറ്റാണ്. പിന്നെ നമുക്ക് റിംഗ് ടോൺ എടുക്കുമ്പോൾ എവിടെ കണ്ട 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 നിങ്ങൾ അത് കമത്തി വെച്ചാൽ ലൈറ്റ് എത്തുന്ന പരിപാടിയുണ്ട്. ഈ എസെൻഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ എമർജൻസി ആയിട്ടുള്ള കോള്, വാട്സപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എമർജൻസി ഇപ്പോൾ യുവർ മദർ ടെക്സ്റ്റിംഗ് യു, അത് നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കത്തിക്കണം. അതാണ് ഈ എസെൻഷ്യൽ നോട്ടിഫിക്കേഷൻ. പിന്നെ വോളിയം ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കൂട്ടുന്ന സമയത്ത് കൂടുകയും കുറയുന്ന സമയത്ത് ഇതേപോലെ കുറയുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പരിപാടി. പിന്നെ ഊബർ ചെയ്യുമ്പം അണ്ണം വരണുണ്ടാന്ന് അറിയിക്കാൻ ബാക്ക് നോക്കിയാൽ മതി. ഈ 15 സെക്കൻഡ് ടൈമർ വെച്ചിട്ട് കമത്തി വയ്ക്കുമ്പോൾ ടൈമർ ഓൺ ആവും. അതാണ് സംഭവം. ഈ ഗ്ലിഫ് പ്രോഗ്രസ്സിലാണ് ഊബർ, സൊമാറ്റോ, കലണ്ടർ 3 സാധനങ്ങളെ ഇപ്പോൾ ഉള്ളൂ. പതുക്കെ ഓരോന്നൊക്കെ വരും. അപ്പോൾ അതൊക്കെയാണ് ഗ്ലിഫിൻ്റെ പരിപാടി. അപ്പോൾ എന്താണെങ്കിലും അവസാനമായി ഞാൻ ലൈറ്റും കത്തിച്ചിട്ട് പോവുകയാണ്. ഇനി ഒരു പക്ഷേ കത്താൻ പോകുന്ന ഒരേ ഒരു ലൈറ്റേ ഉള്ളൂ, അതും കൂടെ കാണിച്ചു തരാം. വീഡിയോയിലോട്ട് പോവുക, റെക്കോർഡ് ലൈറ്റ് നിൽക്കുക, ഒരു ചുമന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണുണ്ടോ? ഇനി അവസാനം ഇത് മാത്രമാവും. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഞാൻ കാൽപ്പി, ഇത് നത്തിങ്, ഇതിൽ ലൈറ്റ് കത്തും. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് ഹലോ വർമ്മ ചേച്ചി, എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ ചോദിച്ചു, ഞാൻ മേടിച്ചു, ദേ ഇരിക്കുന്നു നത്തിങ് ഫോൺ 4A. ഐ എം വെരി സോറി ഫോർ ദ അൺബോക്സിങ് വീഡിയോ. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് ഹാർട്ട് ബ്രേക്കിംഗ് ഫോർ മീ ആസ് വെൽ. ഞാൻ അത് അൺബോക്സിങ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊരു പൂക്കി ഫോണാണ്. അതായത് ഈ പിങ്ക് കളറ് പൂക്കി എന്ന് പറഞ്ഞൊരു വാക്ക് വന്നുകൊണ്ട് മാത്രം ഇറക്കിയ ഒരു കളറാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഏതൊരു പൂക്കിക്കും കൊണ്ടു നടക്കാൻ പറ്റിയ ഫോൺ. ദിസ് ഈസ് വെരി നൈസ്, ഇറ്റ്സ് വെരി ഐ ക്യാച്ചി. എന്താ പറയുക, ഇത് കൊണ്ട് നടക്കുമ്പോൾ തന്നെ 10 പേര് നോക്കും, തള്ള ഇത് ഏത് ഫോണെന്ന് ചോദിക്കും. എസ്പെഷ്യലി ആണുങ്ങൾക്ക് പറയാനുള്ളത് എടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ തന്നെ ഒന്ന് ഹൈ കൊള്ളാമല്ലോ, നല്ല ഫോണാണല്ലോ, ഇത് ഏത് ഫോണെന്ന് ചോദിക്കും. ഇറ്റ്സ് എ കോൺവെർസേഷൻ സ്റ്റാർട്ടർ. പെട്ടിയിനകത്ത് നമുക്ക് വയറും സിം ഇജക്റ്റിംഗ് ടൂളും അതേപോലെ ഒരു കേസും വരുന്നുണ്ട്. സോ ദാറ്റ്സ് വാട്ട്സ് ഇൻസൈഡ് ദ ബോക്സ്. ആ കേസ് എന്ന് പറയുന്നത് മറ്റേ മഞ്ഞയാവുന്ന കേസാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതാണ് ഈ പിങ്ക് കളർ ഫോൺ ആൻഡ് ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ. 10 out of 10 ഫോർ ദ ലുക്സ്. ടു ബി ഓണസ്റ്റ്, ദിസ് ഈസ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഫോർ 35,000 rupees. ഐ നോ 31,999 ഇതിൻ്റെ പ്രൈസ് എന്ന് എനിക്കറിയാം. അപ്പോൾ ദുബായിലുള്ളവരാണെങ്കിൽ 1,199 dirham, അതായത് 1,199 AED ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ബട്ട് ഐ എം ജസ്റ്റ് സെയിങ് 1,499 ആണ് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രൈസ്. അത് ഞാൻ എന്തുകൊണ്ട് ഞാൻ അവസാനം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം. 10 out of 10 ഞാൻ ഇതിൻ്റെ ലുക്സിനും എസ്തെറ്റിക്സിനും കൊടുക്കും. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ദിസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഫോൺ. അതായത് നിങ്ങൾക്ക് ലുക്ക് ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. ബാക്കിയുള്ള ഫോണിലൊന്നും ഒരു ലുക്കും ഇല്ല. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഫോണിന് ലുക്കില്ല. ബട്ട് ദിസ് ഈസ് റെട്രോ വിത്ത് മോഡേൺ ഫ്യൂഷൻ. അതായത് ഒരു കാസറ്റില്ലേ, പഴയ കാലത്ത് നമ്മളുടെ കാസറ്റിൻ്റെയൊക്കെ ഒരു
ഇൻസ്പിറേഷനൊക്കെ എടുത്ത് നമുക്ക് എന്തും ഇതിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പലതും നമ്മളെ മൈൻഡിൽ വരും. ഭയങ്കര രസമായിട്ടാണ് അവർ ഈ സാധനം ചെയ്തേക്കുന്നത്. ബാക്കിൽ നമുക്ക് പാൻഡേര പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഫ്രണ്ട് ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനുമാണ് വരുന്നത്. ഇതിലെടുത്ത് പറയാനുള്ളത് പവർ ബട്ടൺ ഇവിടെ ഉണ്ട്, വോളിയം അപ്പ് ഡൗൺ. ഈ പണ്ട് എസെൻഷ്യൽ കീ ഇതാണ്ട് ഇവിടെയാണ് വന്നതെങ്കിൽ അത് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് തട്ടി. വളരെ നല്ല കാര്യം. ബിക്കോസ് എല്ലാവരും ഈ പവർ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ആ എസെൻഷ്യൽ കീയിൽ ഭയാനകമായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്ന് മാറ്റിയിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. USB 2.0 ആണ്. അപ്പം ഫയൽ ട്രാൻസ്ഫറൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു സീനായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഡ്യുവൽ സിം ഇടാം. NFC ദുബായിലുണ്ട്, എനിക്ക് നാട്ടിലത്തെ കാര്യം അറിയത്തില്ല. eSIM സപ്പോർട്ടില്ല. ജപ്പാൻ വേരിയൻറ്റിൽ eSIM സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ എടുത്ത് പറയാനാണെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ കേസിലും ഇവിടെ ദുബായിലുള്ളവർക്ക് 5080 mAh ബാറ്ററി ഉള്ളൂ. നാട്ടിൽ 5400 mAh ബാറ്ററി ഉണ്ട്. ഐ തിങ്ക് നമ്മളെ നാട്ടിൽ കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് അതായത് ഫുൾ ഡേ ബാറ്ററി ലൈഫ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇവിടെ വരുന്ന സമയത്ത് ബാറ്ററി നമ്മൾ ഹെവി യൂസറാണ്, അതായത് ഫുൾ ടൈം റീലും യൂട്യൂബും ഗെയിമിങ്ങും ഫോട്ടോ എടുപ്പൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ചാർജ് ചെയ്യേണ്ടി വരും. ചാർജിങ് സ്പീഡ് 50 വാട്ട് ഉണ്ട്. അത് സെപ്പറേറ്റ് നത്തിങ്ങിൻ്റെ ചാർജർ മേടിക്കണം, അവർ തരൂല. ഓക്കെ, ബട്ട് 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിനകത്ത് വരുന്നില്ല. നിങ്ങളൊരു ഭയാനക ഹെവി യൂസറാണ്, അതായത് ഒരുപാട് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന പ്രവാസിയാണ് നിങ്ങളെങ്കിൽ, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഫോണിനെ ചൂടാക്കിക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു 30%. അപ്പോൾ നിങ്ങൾക്കൊരു 30% വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്ത് പോകണം, അതായത് വൈകുന്നേരം ഇഫ്താർ പരിപാടിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ടൊക്കെ പോകണമെങ്കിൽ ഒന്നും കൂടെ ചാർജ് ചെയ്യേണ്ടി വരും. ആ റെഡി ആവുന്ന സമയത്ത് കുത്തിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു സമയത്തെ ചാർജ് ഒന്നും നിങ്ങൾക്ക് കിട്ടും. അല്ലാത്ത പക്ഷം വളരെ കാഷ്വൽ യൂസറായിട്ടുള്ളൊരു ഓഫീസ് ഗോയിങ് ആളൊക്കെയാണ് നിങ്ങളെങ്കിൽ രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുന്നു, ഫോൺ നോക്കാൻ സമയമില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് റീൽ ഞോണ്ടി ഫുഡ് കഴിച്ചതിന് ശേഷം തിരിച്ച് വന്ന് പിന്നെയും ആവശ്യത്തിനുള്ള മെസ്സേജ് മാത്രം ഇങ്ങനെ നോക്കിയിട്ട് റിപ്ലൈ കൊടുത്തിട്ട് വൈകുന്നേരം വന്നൊക്കെ വീട്ടിൽ ഇരിക്കണ സമയത്ത് പറയാം യൂട്യൂബൊക്കെ കാണുന്നവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഫുൾ ഡേ ബാറ്ററി ലൈഫ് ഫോർ ഗ്യാരണ്ടി ഞാൻ തരും. അതാണ് ബാറ്ററി ലൈഫിൻ്റെ ഒരു കാര്യം എനിക്ക് ഈ ഒരു ഫോണിൽ പറയാനുള്ളത്. നമുക്ക് നേരെ വരുന്നത് ഡിസ്പ്ലേയിലോട്ടാണ്. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അതായത് ഒരു ലൈറ്റ് കത്തിച്ചിട്ട് ഫിംഗർ പ്രിൻറ്റ് കണ്ടിട്ട് കൊള്ളാലോ നീയാണല്ലേ കയറി വാന്ന് പറയുന്ന പരിപാടിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇറ്റ്സ് വെരി ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി. നമുക്കത് അത്യാവശ്യം നല്ല ഫാസ്റ്റും സ്നാപ്പിയുമാണ് ഗൈസ്. ജസ്റ്റ് വെക്കുക, കയറുക. ഓക്കെ, ഫേസ് ഐ ഡി ഒക്കെ ഉണ്ട്, അതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. ഡിസ്പ്ലേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കൊരു 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്ന 6 എത്ര ഇഞ്ചാണോ എന്തോ കേട്ടോ. അത്യാവശ്യം കുറച്ച് ബെസൽ കാണാം, എന്നാലും കഴിഞ്ഞ വർഷത്തേക്ക് ഫോൺ വെച്ച് നോക്കുമ്പോൾ ഒന്ന് നാരോ ഡൗൺ ചെയ്തിട്ടുണ്ട്, എന്നാലും ബെസലുണ്ട്. പിന്നെ നല്ല ഒരു കളർ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കിഡിലൻ ഡിസ്പ്ലേ ആണ് വേണം. നമുക്ക് ബൈ ഡിഫോൾട്ട് ഇത് മറ്റേ വിവിഡ് എന്നുള്ള ഒരു സാധനത്തിലാണ് വരുന്നത് കേട്ടോ. ഡിസ്പ്ലേ പോയിട്ട് ഡിസ്പ്ലേയിൽ നൈസായിട്ട് പോകണം. അതായത് ഇവിടെ ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേയിൽ പോയിട്ട് നേരെ വേറൊരു സാധനം കൂടെ ഉണ്ട്, ഡാർക്ക് തീമിൻ്റെ അവിടെ എക്സ്ട്രാ ഡാർക്ക് മോഡ്. അതിട്ടാൽ മാത്രമേ ഈ ഫുള്ള് ഈ കറുത്ത കളറിൽ വരത്തുള്ളൂ, അല്ലാത്ത വശം ഒരു ഗ്രേയിഷ് കളറിലാണ് വരുന്നത്. സോ ഇത് ഇടാൻ നോക്കുക. അതിനുശേഷം കളർ വരുന്ന സമയത്ത് എലൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഭയങ്കര വിവിഡാണ്, അതായത് ഭയങ്കര കളറൊക്കെ എടുത്ത് എറിയണ രീതിയിലുള്ള ഒരു കളർ പ്രൊഫൈലായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ അങ്ങനെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് ഇടാം. അല്ലാത്ത പക്ഷം സ്റ്റാൻഡേർഡ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ന്യൂട്രൽ കളർ നമുക്ക് കിട്ടും. HDR10 ഉണ്ട്, സപ്പോർട്ടുണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ നോക്കിയപ്പോൾ ആ HDR-ൻ്റെ സപ്പോർട്ട് കണ്ടില്ല. അത് എന്തിനാണെന്ന് എനിക്കറിയണം. മിക്കവാറും ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് അവർക്കത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് HDR കേപ്പബിലിറ്റി നണ്ണെന്നാണ് നെറ്റ്ഫ്ലിക്സിൽ കിടക്കുന്നത്. അല്ലാത്ത പക്ഷേ യൂട്യൂബിലൊക്കെ HDR10 HDR10+ വീഡിയോ ഒക്കെ ഈസി ആയിട്ട് തന്നെ ഇതിൽ വർക്കാവും. സോ അതൊക്കെയാണ് എനിക്ക് ഡിസ്പ്ലേ പറ്റി പറയാനുള്ളത്. ഡിസ്പ്ലേ ഇസ് വെരി നൈസ്. പിന്നെ നമുക്ക് 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. അതായത് രാത്രി സമയത്ത് ഞാണ്ടണ സമയത്ത് കണ്ണിന് പ്രശ്നമൊന്നും വരാത്ത പരിപാടി വരുന്നുണ്ട്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് തോന്നുന്നതാണ്. പിന്നെ ഹൈ ബ്രൈറ്റ്നസ് മോഡിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അണ്ടർ ദ സണ്ണ് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടിട്ടോ. ഹൈ ബ്രൈറ്റ്നസ് മോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അത് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. അതായത് നമ്മളിപ്പോൾ നോർമൽ ഷെയ്ഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ഓട്ടോ ബ്രൈറ്റ്നസ്സിൽ ഇത്രയായിരിക്കും. നമുക്ക് 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്. സോ ബട്ടറി സ്മൂത്താണ് ഫോൺ. എന്നാൽ നമ്മളിപ്പോൾ നൈസായിട്ടൊന്ന് വെയിലത്ത് ഡയറക്റ്റ് വെക്കുകയാണെങ്കിൽ 1800 നിറ്റ്സ് വരെ ഹൈ ബ്രൈറ്റ്നസ് മോഡ്. അതായത് ഇപ്പോൾ പടർന്ന് കയറിയതുണ്ടോ, ഇതാണ് ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ
ഫോൺ, അതായത് അണ്ടർ ദ സൺലൈറ്റ് ഇങ്ങനത്തെ ഒരു വിസിബിലിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും ഇങ്ങനെയൊക്കെ ഇരുന്ന് നോക്കാം. അണ്ടർ ദ സൺലൈറ്റ് ആരും ചെയ്യരുത്, എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വിസിബിലിറ്റിയാണ് വരുന്നത്. ഇറ്റ്സ് പ്രിറ്റി നൈസ്. ബ്രൈറ്റ്നസിൻ്റെ പരിപാടി ഞാൻ പറഞ്ഞത് 1600 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡൽ അത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വിസിബിലിറ്റി കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഡിസ്പ്ലേ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് വെരി നൈസ് ഡിസ്പ്ലേ. ആൻഡ് വേണമെങ്കിൽ സ്റ്റീരിയോ സ്പീക്കർ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഗൈസ്, നോ വറീസ്. ഇത് മറ്റവൻ്റെ പാട്ടല്ലേ? മറ്റേ ടയർഡ് ആൻഡ് റിഫ്യൂസ്ഡ് പ്രൊഡക്ഷൻ. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം. ഇപ്പോൾ കേട്ടല്ലോ, ഐഫോൺ കാണിച്ചു തരാം. ഐഫോണിൽ ആ സെയിം പാട്ടിട്ട് കാണിച്ചു തരാം. അയ്യോ, ഇടീനെ കൺട്രോൾ ചെയ്യണണ്ട, അതാണ് സംഭവം. പക്ഷേ അത്യാവശ്യം നല്ല ലൗഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബും മറ്റേ ഞോണ്ട് പരിപാടിയൊക്കെ ഇരുന്നുണ്ടല്ലോ, ഈ ഒരു റീല് ഞോണ്ടൽ, അതിനൊന്നും യാതൊരു വിഷയവുമില്ല. പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ എണ്ണവും ചെവിയിൽ സാധനവും വെച്ചിട്ട് ആപ്പും വെച്ചിട്ടാണ് ഈ സാധനമൊക്കെ ഇരുന്ന് കാണുന്നത്. അതുകൊണ്ട് പോലെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ റിംഗ് ടോൺ അറിയാമല്ലോ, കുടുപിടി കുടുകുടിക്കിടി കുടുകുടുകുടു ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ ലൈറ്റ് കത്തും ഗൈസ്, മിക്കവാറും അവസാനമായിട്ടുള്ള ലൈറ്റ് കത്തലായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈറ്റ് കത്തുന്ന പരിപാടിയിൽ റിംഗ് ടോൺ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ സൗണ്ട് വരുമ്പം അങ്ങനെയൊക്കെ ഉണ്ട്. വോളിയം ഇൻഡിക്കേറ്റർ, അതായത് കൂട്ടുകയും കുറയ്ക്കുകയും സമയത്ത് ലൈറ്റ് കത്തുന്ന പരിപാടി. ഫ്ലിപ്പ് ടു ക്ലിഫ് കമത്തി വെച്ച് ചെയ്യും. പിന്നെ എസെൻഷ്യൽ നോട്ടിഫിക്കേഷൻ, അതായത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ, നിങ്ങളുടെ പ്രിയതമ, അമ്മ, അച്ഛൻ, മാമൻ, ബെസ്റ്റ് ഫ്രണ്ട്, ഇവരെയൊക്കെ നോട്ടിഫിക്കേഷൻ, വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ, കോള് തുടങ്ങിയ സാധനങ്ങളൊക്കെ എസെൻഷ്യൽ ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വരുന്നവരുടെ സാധനം ഇങ്ങനെ കത്തിക്കിടക്കും. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ബ്ലിങ്ക് ചെയ്തിട്ട് അങ്ങ് പോകും. മറ്റേന്ന് പറഞ്ഞാൽ അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജ് മറ്റേ ആ ചേട്ടൻ അയച്ചിട്ടുണ്ട്, ഇതാണ്, അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സാധനം ഇതിങ്ങനെ കത്തിക്കിടക്കും. പിന്നെ നമുക്ക് ഊബർ, സൊമാറ്റോ തുടങ്ങിയ സാധനങ്ങൾ സപ്പോർട്ട് ചെയ്യും. കൗണ്ട് ഡൗൺ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ് ലൈറ്റ് കത്തിക്കൽ പരിപാടിയിൽ. പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ റെഡ് ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. അത് ഓണും ഓഫും ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്നുമില്ല, ക്യാമറ ആപ്പിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് ദാണ്ട് ഇവിടെ ഈ റെക്കോർഡ് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് പിന്നെ ഓൺ ആവില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നത്തിങ് OSൻ്റെ ഇതിലാണ് വരുന്നത് 4.1-ൽ. നമുക്ക് ലോക്ക് സ്ക്രീനിലൊക്കെ അത്യാവശ്യം നല്ല കസ്റ്റമൈസേഷൻ പരിപാടികളൊക്കെ വരുന്നുണ്ട്. ലൈവ് വാൾപേപ്പർ ഇതിലിടാൻ പറ്റില്ല കേട്ടോ, അത് ഞാൻ നോക്കിയായിരുന്നു. ലൈവ് വാൾപേപ്പേഴ്സ് നോട്ട് സപ്പോർട്ടഡ് ഇൻ ദിസ് ഫോൺ. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിലുള്ള കസ്റ്റമൈസേഷൻ പരിപാടി വരുന്നുണ്ട്. ഒന്നുമില്ല, ഇവിടെ ലോങ് പ്രസ് ചെയ്യുക, കസ്റ്റമൈസേഷൻ വരും. അതിനുശേഷം നിങ്ങൾക്ക് ലേഔട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ സെർച്ച് ബാർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് ഐ ഹോപ്പ് ഇറ്റ് ഇസ് കാണാൻ. ഇവിടെ പോയാൽ മറ്റേ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഗൂഗിളിൻ്റെ ഒരു സെർച്ച് ബാർ താഴെ വന്ന് കിടക്കും. അതങ്ങ് ഓഫ് ചെയ്ത് ഇടാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഐക്കൺ ബാഗ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തേർഡ് പാർട്ടി ഐക്കൺ ബാഗ്സ് മറ്റേ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലോട്ട് ഇടാം. സൂപ്പറായിട്ട് വർക്കാവും. പിന്നെ നമുക്ക് മറ്റേ വാൾപേപ്പറിൽ AI വാൾപേപ്പർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇത് വെച്ചിട്ട് പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് നമ്മളേതായ ഇഷ്ടത്തിനുള്ള സാധനം എടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ലോക്ക് സ്ക്രീനിൻ്റെ ഇവിടെ വരുമ്പം നമുക്ക് വിഡ്ജറ്റ്സ് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. QR സ്കാനർ വേണമെങ്കിൽ പെട്ടെന്ന് വരുന്ന രീതിയിൽ ഇവിടെ സൈഡിൽ ഏത് വേണം, വീഡിയോ ക്യാമറയ്ക്ക് അത് കൊടുക്കാം, നിങ്ങളിഷ്ടം. വാളറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലാത്ത വശം ഒന്നും ചെയ്യാതെ എടുക്കാം. ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ദാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള ക്ലോക്കിൻ്റെ ഫോണ്ടുകൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് വാൾപേപ്പറൊക്കെ ഇന്നനുസരിച്ച് മാറ്റുകയും പിടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കസ്റ്റമൈസേഷൻ പരിപാടികളൊക്കെ വരുന്നുണ്ട്. ബൂട്ട് ലോഡിംഗ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് ഈ ആപ്പിനെ ഈ സോഫ്റ്റ്വെയറൊക്കെ മാറ്റി അൺലോക്ക് ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഔട്ട് ഓഫ് ദ ബോക്സ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നത്തിങ് OS ഇസ് ഡെഫിനറ്റ്ലി ദെയർ. നോ ബ്ലോട്ട്വെയർസ്, നോ ആഡ്സ്, നത്തിങ്.
ബഗ്സ് കുറച്ചുണ്ട്, അത് അവർക്ക് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ മാറ്റാൻ പറ്റും. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് തരുന്നത്. എസെൻഷ്യൽ കീ അറിയാമല്ലേ, 2 വർഷം നിൽക്കുമ്പോൾ മറ്റേ എസെൻഷ്യൽ പരിപാടി വരും, നമ്മൾ എടുക്കണം മറ്റേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ മറ്റേ വോയിസ് റെക്കോർഡർ വരും. ആ വോയിസ് റെക്കോർഡിൽ കൂടെ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് ഞാൻ ഈ ഒരു സാധനം ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ തോന്നണേക്കെ അതിലോട്ട് എടുത്തിടാം ഈ എസെൻഷ്യൽ സ്പേസിൽ. പിന്നെ കമത്തി വെച്ചിട്ട് ഈ സാധനം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓഫീസ് മീറ്റിങ്ങിലൊക്കെ ഉള്ള അവരുടെ ഡീറ്റെയിൽ പരിപാടിയൊക്കെ നമുക്ക് ഒപ്പിയെടുത്തിട്ട് അവർ സമ്മറൈസൊക്കെ ചെയ്ത് തരും റെക്കോർഡറിൽ. നമുക്ക് ഈ ഫോണിനടുത്ത് എവിടെ ഇങ്ങനെ കമത്തി വെച്ചതിന് ശേഷം അപ്പോൾ ഇതായല്ലേ, എന്നിട്ട് നമ്മൾ ഇതാണ്ട് ഈ എസെൻഷ്യൽ ബട്ടൺ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ചുമന്ന ലൈറ്റ്, അതായത് നമ്മളെ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ വോയിസിൻ്റെ ഇതനുസരിച്ചിട്ട് ഉണ്ട് അതിങ്ങനെ അത് സൂപ്പർ കേട്ടോ, എനിക്ക് അത് ഇഷ്ടപ്പെട്ട. ഇത് റെക്കോർഡിംഗ് ആണ്, നമ്മൾ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് വെരി നൈസ്. ഇത് ഓഫ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി. അത് പൊളിച്ച്, ദാറ്റ് ഈസ് വണ്ടർഫുൾ, ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെയൊക്കെ ഉള്ള കുറേ പരിപാടികൾ വരുന്നുണ്ട്. പിന്നെ ഇഷ്ടം പോലെ വിഡ്ജറ്റ്സ് വരണുണ്ട്, നിങ്ങൾക്ക് എടുത്ത് കളിക്കാം. ChatGPTയുടെ വിഡ്ജറ്റ്, പിന്നെ മറ്റേ ന്യൂസ് വായിച്ചു തരുന്ന ഒരു വിഡ്ജറ്റ് ഉണ്ട്, അതാണ് ഈ സാധനം. Hello, I'm your name from nothing, where we turn nothing into something fun. Because who knew emptiness could be so stylishly ശരി. Kicking off today's episode, Scott Feinberg has released his final prediction. ശരി, അപ്പോൾ ലോകപരിചയം അല്ലെങ്കിൽ ലോക വിവരം ഉണ്ടാക്കുക അത് വെച്ചിട്ട്, അതായത് കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് ഇപ്പോഴത്തേക്കൊരു ഇതൊരു ഭയങ്കര ഒരു യങ് വൈബ് ജെൻ ആൽഫ പിള്ളേർക്കുള്ള ഒരു ഫോണായിട്ടാണ് ഈ പറഞ്ഞ കാൽപ്പിയും അവരെ ഫോക്കസ് ആ പിള്ളേരിലോട്ടൊക്കെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഓഫീസിൽ പോകുന്ന ചേട്ടന്മാർ ചേച്ചിമാർ അവർക്കും ബിക്കോസ് ഇതേപോലത്തെ റെക്കോർഡറും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ റെക്കോർഡറൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഇതാണ് ഇതിൻ്റെ റെക്കോർഡർ, സൂപ്പർ റെക്കോർഡറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള റെക്കോർഡർ വരുന്നുണ്ട്, ന്യൂസ് വായിച്ചു തരുന്ന വിഡ്ജറ്റുകളുണ്ട്. പിന്നെ നമുക്ക് ഈ നത്തിങ്ങിൻ്റെ തന്നെ ഒരു വേറൊരു സാധനമുണ്ട്. ഈ നത്തിങ്ങിൻ്റെ ഒരു വേറൊരു ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് നത്തിങ് ആഡ് എസെൻഷ്യൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇതേപോലെ ഈ വിഡ്ജറ്റ്സ് ഉണ്ടാക്കി വെച്ചേക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട്. അവരെയൊക്കെ ബീറ്റ വെർഷൻ സാധനങ്ങളൊക്കെ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് ഇതിലോട്ട് ഇടാം. മറ്റേ സ്നാക്ക് മറ്റത് മറിച്ചതൊക്കെ. പിന്നെ എനിക്ക് ഈ ലൈറ്റിൻ്റെ കേസിലൊരു സാധനം പറയാനുണ്ട്. ഇത് എൻ്റെ സ്ട്രിക്ട്ലി ഇതാണ്, അതായത് നമ്മൾ ഈ സംസാരിക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ ഇക്വലൈസർ പോലെ പോകണ ആ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നതിന്. അത് പക്ഷേ കുഴപ്പമില്ല, അവർ തന്നില്ല. പിന്നെ നമുക്ക് എടുത്ത് പറയാനാണെങ്കിൽ സോഫ്റ്റ്വെയർ വൈസ് ദിസ് ഇസ് ടോപ്പ് നോച്ച്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ചിപ്സെറ്റാണ് ഇരിക്കുന്നത്, വിച്ച് ഈസ് ഓക്കെ ചിപ്സെറ്റ് ഫോർ യുവർ ഇങ്ങനത്തെ ഞോണ്ടൽ പരിപാടികൾ, അത്യാവശ്യം കാഷ്വൽ ഗെയിമിംഗ് തുടങ്ങിയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് വർക്കാവും. അല്ലാത്ത പക്ഷം ഇതൊരു ഹെവി ഓറിയൻറ്റഡ്, നിങ്ങളൊരു പെർഫോമൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നോഡ് 5 പോക്കോ F7 ഒക്കെ മേടിക്കുക. ഗെയിമിങ്ങിന് പോക്കോ F7 മേടിക്കുക. നോഡ് 5 ഒരു ഗെയിമിങ് ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫോൺ വിത്ത് ഗുഡ് സോഫ്റ്റ്വെയർ. ഇതിൽ സോഫ്റ്റ്വെയർ ആൻഡ് ക്യാമറ സെൻട്രിക്കും ലുക്ക് സെൻട്രിക്കും നോക്കുന്നവർക്ക് ഈ ഫോൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കാം, അതാണ് മലയാളം. പിന്നെ ഈ ചിപ്സെറ്റ് വെച്ചിട്ട് ഗെയിം കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് BGMI ഒക്കെ ആണെങ്കിൽ 120 FPS സ്മൂത്തിൽ കളിക്കാം. നമുക്കല്ലാത്ത പ്രിൻസ് ഓഫ് പെർഷ്യ പോലത്തെ കളികളൊക്കെ ഒരു കുഴപ്പമില്ലാതെ കളിക്കുക. പക്ഷേ ഇതൊന്നും ഒരു ലോങ് അവേഴ്സ് ഓഫ് ഗെയിമിങ്ങിൽ ചിന്തിക്കുകയാണെങ്കിൽ നടക്കില്ല. ഇതിൽ മറ്റേ കൂളിംഗ് സിസ്റ്റമൊക്കെ ഉണ്ട്, വേപ്പർ ചാമ്പറൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഷട്ടേഴ്സ് വരും, മറ്റേ ലാഗാവും, അങ്ങനെയൊക്കെ വരും, ഫ്രെയിം ഡ്രോപ്പുകൾ വരും. ഇവർ മറ്റേ നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത സമയത്ത് എല്ലാം മഞ്ഞ കളറും മറ്റേ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ 96% ഒക്കെയാണ് കാണിച്ചത്. എന്നാൽ പോലും പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് സ്കോർ 1.1 മില്യനാണ് വരുന്നത്. പക്ഷേ ഒരു റിയൽ ലൈഫ് യൂസേജ് എന്നുള്ള രീതി നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് എ ഗെയിമിംഗ് ഡിവൈസ്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പോരായ്മ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. UFS 3.1 ആണ്, 2.2 അല്ല. അപ്പം കുറച്ചും കൂടെ ഒരു ലോങ് ലൈഫ് സാധനവും പിന്നെ ആപ്പ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിലൊന്നും, അതായത് സ്വിച്ചിങ് ബിറ്റ്വീൻ ദ ആപ്സിലൊന്നും വലിയ ഒരു ഷട്ടറോ അല്ലെങ്കിൽ ഒരു സ്റ്റക്കാവൽ പരിപാടിയോ ഒന്നും നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ വരില്ല. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദെയർ. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുമ്പം UFS 3.1 LPDDR4X റാമുമാണ് വരുന്നത്. കുഴപ്പമില്ലാത്തൊരു പരിപാടി, നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതാണ് എനിക്ക് പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടർ, അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം, കുഴപ്പമില്ലാത്ത സെൽഫിയാണ്. നമുക്ക് ബാക്ക് ക്യാമറ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, നല്ല വെട്ടം വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോ എടുക്കുക. പക്ഷേ പോരാ,
50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ, 50 മെഗാ പിക്സലിൻ്റെ 3.5x ഒരു പെരിസ്കോപ്പും വരുന്നുണ്ട്. ഇതിലൊരു സോഫ്റ്റ്വെയർ ബഗ് കിടപ്പുണ്ട്. ഈ പറയുന്ന ക്യാമറയിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പരിപാടി ആ ഒരു ടെലിഫോട്ടോയിൽ വരുന്നില്ല. അത് ഒരു ബഗ് ഫിക്സ് വന്നേ പറ്റുള്ളൂ. ഈ ബഗ് ഫിക്സ് മെയിനായിട്ടും വരേണ്ടത് വീഡിയോയിലാണ്. വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലേ, നമ്മൾ സൂമൊക്കെ ചെയ്യുമ്പം സെറ്റാണ്. ഒന്ന് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാരിറ്റി മൊത്തം പോവും. അത് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്താണ്. അതായത് ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ ഇത് മൊത്തം പിക്സലേറ്റഡ് ആണ്. ഇതൊരു ബഗ്ഗാണ്, അതായത് ക്യാമറ ബഗ്ഗാണ്. അത് മാറ്റാന്നുള്ളൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ച് മാറ്റാം. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ നത്തിങ് 4A എന്ന് പറയുന്ന ഫോണിന്റെ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റിയാണ്. 4K 30 FPS നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റാൻഡിങ് ആയിട്ടുള്ള വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. അതായത് ഫോർ യുവർ യൂട്യൂബ് ചാനൽ ഓർ എനിത്തിങ്. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ഫോൺ ഇസ് ദാറ്റ് നമുക്ക് ബാക്കിൽ ഒരു റെഡ് ബ്ലിങ്കിങ് ലൈറ്റ് വരുന്നുണ്ട്. സോ ദാറ്റ് വി നോ ദാറ്റ് നമ്മൾ റെക്കോർഡഡ് ആണെന്ന്. ജസ്റ്റ് ഫ്രെയിം മാത്രം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ യൂട്യൂബ് വീഡിയോകൾ നിങ്ങൾക്ക് എടുക്കാം. ഓൾസോ മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും സോൾവ് ആവും, നമ്മുടെ ഓഡിയോയും സോൾവ് ആവും. സോ ദിസ് ഇസ് ദ ക്ലാരിറ്റി. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സൂം ഇൻ ചെയ്യണമെങ്കിൽ നമുക്ക് സീംലെസ് ആയിട്ട് ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. അതായത് 1x 3.5x നേരെ ചാടും. 2x അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. മേ ബി അത് ഞാൻ നോക്കട്ടെ, ഒന്ന് പിഞ്ച് ടു സൂം ചെയ്ത് നോക്കട്ടെ. ലൈക്ക് യു ക്യാൻ ആക്ച്വലി സൂം ലൈക്ക് ദിസ്. പക്ഷേ ക്ലാരിറ്റി പൊതുവേ കുറവാണ്. അത് ഫോർ എ ഒപ്റ്റിക്കൽ ക്യാമറ അങ്ങനെ വരാൻ പാടില്ല. അപ്പം ഐ തിങ്ക് ദ ബ്രാൻഡ് നീഡ്സ് ടു വർക്ക് ഓൺ ദാറ്റ്. ബിക്കോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ലൂഫിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഇത് കുറവാണ്. നിങ്ങൾക്ക് കാണാണ്ട ഡീറ്റെയിലിംഗ് കുറവാണ്. ഇനിയിപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി സൂം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇനിയും ഒരു 7x വരെ സൂം ചെയ്യാം. ബട്ട് ദ വിഷ്വൽ ഇസ് നോട്ട് ദാറ്റ് യൂസബിൾ, അറ്റ്ലീസ്റ്റ് വാട്ട് ഐ ഫീൽ. അതേപോലെ നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ 4K ഇല്ല, 1080p 30 60 ഉള്ളൂ. ഇതേപോലത്തെ വീഡിയോ ആണ്. ബാക്കിൽ ലൈറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് ലൈറ്റ് തൻ്റെ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ തൻ്റെ ഇങ്ങനത്തെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ഫ്രണ്ട് വീഡിയോ ക്യാമറ എടുക്കാം. ഫ്രണ്ടിൽ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അവിടെ ബട്ടൺ ഉണ്ട്, പോസ് ബട്ടൺ ഉണ്ട്. സോ ദിസ് ഇസ് ദ ക്ലാരിറ്റി. പക്ഷേ നത്തിങ് നീഡ്സ് ടു വർക്ക് ഓൺ ദ ക്യാമറയിൽ, അതായത് വീഡിയോ ക്യാമറയിൽ ഒപ്റ്റിക്കൽ 3.5x എടുക്കുമ്പോൾ പോലും ക്ലാരിറ്റി കിട്ടുന്നില്ല. മേ ബി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ചിട്ട് അവർക്ക് അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ബട്ട് ദാറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ അതാണ് ഫ്രണ്ട് ക്യാമറയുടെയും ബാക്ക് ക്യാമറയുടെയും വീഡിയോ ക്വാളിറ്റി. നിങ്ങൾ ഈ ഫോൺ വെച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ബഗ് ഫിക്സ് വരണം. പിന്നെ 4K 60 FPS സപ്പോർട്ടില്ല, ബിക്കോസ് ചിപ്പ് സെറ്റ് സപ്പോർട്ട് ചെയ്യില്ല. ഫ്രണ്ടിലും 4K റെക്കോർഡിംഗ് ഇല്ല, ചിപ്പ് സെറ്റ് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ 32 മെഗാ പിക്സൽ സപ്പോർട്ട് ചെയ്യും 4K. പക്ഷേ അത് ചിപ്പ് സെറ്റ് വർക്ക് ചെയ്യില്ല. പിന്നെ നമുക്ക് അങ്ങനെയൊക്കെയാണ്. പിന്നെ IP റേറ്റിംഗ് പറയുകയാണെങ്കിൽ IP64 എന്തോണ് വരുന്നത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. പിന്നെ ഈ വെള്ളത്തിൽ മുക്കിയിട്ടൊന്നും അവിടെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഒരു കാര്യമില്ല, അമ്മമാർ പോയി പണി വെക്കാൻ പറയും. ഈ റേറ്റിംഗ് ഒക്കെ ചുമ്മാ, അതായത് ഓക്കെ അത്യാവശ്യം വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്കൊരു സമാധാനത്തിന്. പക്ഷേ എന്തെങ്കിലും വെള്ളം കാരണം വല്ലതും പറ്റിയ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, അമ്മമാരിത് ഈ സാധനം സർവീസിൽ ഇത് വരില്ല IP റേറ്റിംഗ്. പിന്നെ അവരെയൊക്കെ മൂഡനുസരിച്ചും അവരൊരു നല്ല മനുഷ്യനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ക്യാമറയിൽ പിന്നെ പോർട്രേറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത്, ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പോർട്രേറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, നൈറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രസമായിട്ട് വരുന്നുണ്ട്. പക്ഷേ പിക്സൽ പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലാരിറ്റിയും ഇല്ല. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഈവൻ നമ്മൾ ഇതിൻ്റെ 50 മെഗാ പിക്സലിൻ്റെ ഇതിൽ ഇട്ടാൽ പോലും, 50 മെഗാ പിക്സലിലോട്ട് തട്ടിയാൽ പോലും ആ പിക്സൽ നമ്മൾ സൂം ഇൻ ചെയ്ത് ക്രോപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി കുറച്ച് ശോകമാണ്. അതുകൊണ്ട് അതും അവർക്ക് സോഫ്റ്റ്വെയറിൽ കൂടെ അവർക്ക് അത് ചെയ്യാന്നേ ഉള്ളൂ. ബട്ട് ഓവറോൾ ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി നൈസ്. പിന്നെ കുറച്ച് എഡ്ജ് ഡിറ്റക്ഷനൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ ക്യാമറയൊന്നും ഫോക്കസിലല്ല, ക്യാമറയൊക്കെ എന്തോ പോലെയാണ് ഇരിക്കണത്. അത് എഡ്ജ് ഡിറ്റക്ഷനെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് സെറ്റാക്കണം. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബട്ട് അഗെയിൻ നമ്മളുടെ സ്കിൻ ടോണും അത്യാവശ്യം കുഴപ്പമില്ല. അതേപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റുന്ന ഫോട്ടോസ് നമുക്കിതിൽ എടുക്കാൻ പറ്റും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര നല്ല ക്യാമറ തരുന്നില്ല. അതായത് 35,000 രൂപയ്ക്കൊന്നും ഈ ഇങ്ങനത്തെ ഒരു ക്യാമറ സിസ്റ്റം ഇപ്പോൾ ഇല്ല.
ആ ഒരു പ്രൈസ് റേഞ്ചിൽ. എല്ലാം മറ്റേ 50 മെഗാ പിക്സൽ ഒരു 200 മെഗാ പിക്സൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റേ ക്രോപ്പ് ചെയ്തിട്ട് ക്രോപ്പ് സെൻസർ വെച്ചിട്ടുള്ള കളിയിലാണ് ആ ഒരു 30,000 പ്രൈസ് റേഞ്ചിൽ മൊത്തം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നോക്കുമ്പം ഇതിൽ ഇങ്ങനത്തെ ഒരു പെരിസ്കോപ്പ് തരുന്ന തന്നെ ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. ഈ ഫോണല്ല ഒരുമാതിരിപ്പെട്ടപ്പോൾ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ബഗ്ഗുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ബഗ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ, റീലോ പോസ്റ്റോ, മെയിൻലി റീലാണ് കേട്ടോ, റീൽ അപ്ലോഡ് ചെയ്യുമ്പം ലോഡിങ് എന്നിങ്ങനെ എഴുതിയിരിക്കും, പിന്നെ അത് മാറില്ല. അത് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ അത് പോസ്റ്റായോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാകാൻ പറ്റും. അങ്ങനെ ഒരു ആ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു സാംസങ്ങിനില്ല, അതേപോലെ ഈ ഐഫോണിനില്ല. പ്രോപ്പറായിട്ട് ലോഡാവണം നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഉള്ള പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ബഗ്ഗാണ്. അത് അവന്മാരിനി എന്ന് ശരിയാകുമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉള്ള നല്ല ലുക്കുള്ള ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നീ ക്യാൻ ഗോ വിത്ത് ദിസ്. ഡെഫിനറ്റ്ലി ഞാൻ പറയും, ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഒരു യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് അവർ നോക്കി ഇറക്കുന്ന ഒരു ഫോണാണ്. അവരുടെ ഒരു ബേസിക് കസ്റ്റമർ നീഷും എനിക്ക് അവരെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഐഫോണൊന്നും പ്രാക്ടിക്കലി ചിന്തിക്കാൻ പറ്റില്ല, ബിക്കോസ് എല്ലാം 50,000 മുകളിലാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഐഫോണിൻ്റേതായ ഒരു ഫീലും ഇതൊക്കെ തരുന്ന നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന ഒരു ഫോൺ, ദാറ്റ് ഇസ് ദിസ് ഫോൺ എന്നാണ് എനിക്ക് നത്തിങ് ഫോറെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ പ്രൈസ് ദുബായിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1199 ആണ് സ്റ്റാർട്ടിങ്. 128 GB. ദൈവത്തിന് ഓർത്ത് 128 GB മേടിക്കരുത്. 2026 സോഫ്റ്റ്വെയർ മാത്രം 25 GB ഒക്കെയാണ് സ്റ്റോറേജിൽ. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഈ 128 വാങ്ങിച്ച് വെച്ചിട്ട് അവസാനം ഫോട്ടോയും വീഡിയോയും ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്കൊക്കെ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയണത് നിങ്ങൾ നൈസായിട്ട് ഒന്ന് ഇത് ചെയ്യുക. ഞാൻ ഇപ്പോൾ തന്നെ അതാണ്ട് എൻ്റെ ഫോൺ 256 GB ആണ്. 54 GB ഞാൻ അത്യാവശ്യം കുറച്ച് ആപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ആപ്പ് മാത്രം 20 GB. അതിൽ ഈ വാട്സാപ്പ് എന്നൊക്കെ പറഞ്ഞൊരു വില്ലനുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണ എല്ലാം സ്റ്റോർ ചെയ്ത് അതിങ്ങനെ വലുതാവും. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ഷൂ ആയിരിക്കും. പക്ഷേ ഈ സാധനം ഇങ്ങനെ എടുക്കുമല്ലോ, ഡേറ്റ എടുത്ത് ഇങ്ങനെ പോകും. അപ്പം 128 GB എന്ന് പറഞ്ഞ സാധനം വർക്കാവില്ല. മനസ്സിലായില്ലേ? എൻ്റെ ഗെയിം 12 GB ഉണ്ട്, വീഡിയോ 11 GB ഉണ്ട്. പക്ഷേ ഞാൻ പറയില്ല, നമ്മുടെ സോഫ്റ്റ്വെയർ മാത്രം ഇപ്പം 10-20 GB ഒക്കെയാണ്, 20-15 GB ഒക്കെയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് 128 GB ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ദൈവത്തിന് ഓർത്ത് എടുക്കരുത്. 256 GB, 8 GB 256 ഉണ്ട്. നിങ്ങൾ ദുബായിലാണെങ്കിൽ 1499 ആണ് അതിൻ്റെ പ്രൈസ്. നാട്ടിലാണെങ്കിൽ 35,000 രൂപ അല്ലേ? തന്നെ. അതിൽ ഇപ്പം ഞാൻ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പം നിങ്ങളെ കയ്യിൽ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. ഇത് മറ്റേ ക്രെഡിറ്റ് കാർഡിനെ വിൽക്കാൻ വേണ്ടി ബാങ്കും എവന്മാരെയും തമ്മിലുള്ള ഒരു ചെറിയ നൈസ് നമ്പറാണിത്. 3000 ആക്സിസ് ബാങ്കിൻ്റെ എല്ലാ ക്രെഡിറ്റ് കാർഡാണ്. ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണെങ്കിൽ 3000 ഓഫ്, SBI ഉണ്ടെങ്കിൽ 3000 ഓഫ്, HDFC 3000 ഓഫ്, കോട്ടക്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 3000 ഓഫ്, ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 3000 ഓഫ്, ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിൻ്റെ ഉണ്ടെങ്കിൽ 4450 രൂപ ഓഫ്. പിന്നെ ഫ്ലിപ്കാർട്ട് SBI ഉണ്ടെങ്കിലും 4450 ഓഫ്. ഞാൻ പറയാം, അവന്മാരെ സ്പെഷ്യൽ കാർഡ് ഉണ്ടെങ്കിൽ അത് ഓഫ് കിട്ടും. പിന്നെ പേടിഎം വഴിയാണെങ്കിൽ 50 ഓഫ് കിട്ടും. അപ്പം 34,999 രൂപയുടെ സാധനം നിങ്ങളെ കയ്യിൽ ഫ്ലിപ്കാർട്ടിൻ്റെ SBIയോ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സസോ ഉണ്ടെങ്കിൽ 4450 രൂപ ഒറ്റയടിക്ക് കുറഞ്ഞു. അതാണ് പറയുന്നത്. പിന്നെ മറ്റേ എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട്. ഫോണ് നിങ്ങളെ പഴയ ഫോണൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സാധനം നല്ലൊരു ഡീല് മേടിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറയില്ലേ, പണ്ടൊക്കെ നല്ല ഓഫുകളൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് കിട്ടൂല. ക്രെഡിറ്റ് കാർഡ് വേണം അപ്പി, അതാണ് ജീവിതം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 128 GB ദൈവത്തിന് ഓർത്ത് എടുക്കരുത്. അതൊരു വലിയ നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എടുക്കുകയാണെങ്കിൽ ആ 8 GB 256 എടുക്കുക. 12 GB 256 എടുക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. അതിന് കുറച്ചും കൂടെ എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരും. 37,999 രൂപയാണ് നാട്ടിൽ. പിന്നെ ഇവിടെ ആണെങ്കിൽ 1699. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. 8 GB 256 മോർ ദാൻ ഇനഫ്. 12 GB 512 ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഗുണമുണ്ടായിരുന്നു. ആ 37,999 രൂപ കൊടുക്കണേൻ്റെ. ഇത് പക്ഷേ 256 അത്രയും നടക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം കിടില ഒരു ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ ഒരു അടുത്ത ഓഫർ സമയത്ത് ഒരു 25,000 രൂപയ്ക്ക് 256 വരികയാണെങ്കിൽ കണ്ണും പൂട്ടി എടുത്തോ. ആ ഒരു പ്രൈസിൽ ഈ ഫോൺ പൊളിയാണ്. ഞാൻ പറയുന്നത് നമ്മളുടെ കാര്യം നടന്നു പോകും. മനസ്സിലായില്ലേ? അല്ലാതെ മറ്റേ ഹെവി ഗെയിമിങ് വേറെ ഫോണുണ്ട്, അങ്ങോട്ട് പോവുക.
അത്യാവശ്യം നല്ല ക്യാമറ, അത്യാവശ്യം കിടിലം സോഫ്റ്റ്വെയർ, മുട്ടാൻ ലുക്ക്, ഇത് വേണമെങ്കിൽ ഇതെടുക്കുക എന്നാണ് എനിക്കിവിടെ മലയാളത്തിൽ പറയാനുള്ളത്. ബാക്കിയുള്ളത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് രേഖപ്പെടുത്തുക. ഞാനത് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനത് പറഞ്ഞുതരാം. പിന്നെ ഇത് മേടിക്കുന്നവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും താഴെ രേഖപ്പെടുത്തുക. അതാകുമ്പോൾ ഫ്യൂച്ചറിൽ ഈ ഫോൺ കൊള്ളാവോ ഇല്ലേ എന്നൊക്കെ അവർക്കൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഈ സാറിന് സെയിൽ സമയത്ത് ഇതിൻ്റെ പ്രൈസ് കുറയുന്ന സമയത്ത് ആൾക്കാർക്ക് മേടിക്കാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. എനിവേയ്സ്, ഐ റിയലി ലൈക്ക് ദിസ് ഡിവൈസ്. പിന്നെ നമ്മുടെ നാട്ടിൽ നത്തിങ്ങിന് പ്രോപ്പർ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈനിൽ കൂടെ നിങ്ങൾക്ക് നത്തിങ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഫൈസലിക്കാരെ IT നെറ്റ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴി ഈ സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട് വഴി നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ പ്രോഡക്റ്റിൽ വല്ലതും ടാഗ് ചെയ്തേക്കാം, ആ വഴി മേടിക്കുകയാണെങ്കിൽ എനിക്ക് 5 രൂപ കിട്ടും. വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് നേരെ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് മേടിക്കാം. ദാറ്റ്സ് അപ് ടു യു. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ ഇനി അടുത്തത് നാട്ടിൽ പോയതിന് ശേഷം ഇതിൻ്റെ നത്തിങ് 4A Pro ഞാൻ മേടിച്ചിട്ട് നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഞാൻ തരാം. അത് ഒരു നാട്ടിൽ എത്തണ വരെ ഒന്ന് സഹിക്കണം, ബിക്കോസ് ഇവിടെ ഇതിലായിട്ട് അത് അവൈലബിൾ ആയിട്ടില്ല. എന്താണെങ്കിലും ഫോൺ കൊള്ളാം, അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുട്ടാൻ ലുക്ക് ഫോൺ, നല്ല ഈ കളർ എനിക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തേട്ടാ. ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ടേക്ക് കെയർ, ലവ് യു ഓൾ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.